എല്ലാവർക്കും നമസ്കാരം. അതായത് നമ്മുടെ ഇപ്പോൾ പുതിയ തലമുറ എന്ന് പറയുന്നത് ഗംഭീര തലമുറയാണ്. അല്ലെങ്കിൽ വളരെ പൊട്ടൻഷ്യലുള്ള ഒരുപാട് ക്രിയേറ്റിവിറ്റി അല്ലേ, സൃഷ്ടിപരത അല്ലെങ്കിൽ സർഗാത്മകത, സർഗശേഷി അങ്ങനെയുള്ള കുറേ മറ്റേ എഫിഷ്യൻസിയുള്ള കുട്ടികളാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ നമ്മുടെ പല മേഖലകളിലും അങ്ങനെ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. അത്തരത്തിൽ +2 പാസ്സായിട്ടില്ല, ഏത് സ്ട്രീമാണെങ്കിലും കുഴപ്പമില്ല, അത്തരത്തിലുള്ള ടീമുകൾക്ക് ഒരു 4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ ഗംഭീരമായിട്ട് ഉറപ്പായിട്ട് ജോലി കിട്ടുന്ന ഒരു കോഴ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഞാൻ കലാംസ് ബ്ലോഗിൽ അബ്ദുൽ കലാം, ഫുട്വെയർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരളത്തിലില്ല എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റിറ്റ്യൂട്ട് 7ഓളം സ്ഥലങ്ങളിലുണ്ട്. അയൽ സംസ്ഥാനമായിട്ടുള്ള ചെന്നൈയിലാണുള്ളത്. അതിൻ്റെ BDESന്റെ കോഴ്സിലേക്ക്, അതുപോലെ തന്നെ BBA കോഴ്സിലേക്ക്, MDESന്റെ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 20/4/2024 പരീക്ഷ നടക്കുന്നത് 2/5/2024. ഒരു 800 രൂപ അഡീഷണൽ ഫീസോടുകൂടി വേണമെങ്കിൽ ലേറ്റ് ഫീസോടുകൂടി 30/4/2024 അപേക്ഷ കൊടുക്കാൻ കഴിയുന്നതാണ്. 600 രൂപയാണ് അപേക്ഷ ഫീസ്. അതേസമയത്ത് SC ST PW കുട്ടികൾക്കാണെന്ന് പറഞ്ഞാൽ 300 രൂപയാണ് അപേക്ഷ ഫീസ് ഉള്ളത്. കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. BDESന്റെ കോഴ്സുകളാണെന്നുള്ളത് മറ്റേ +2 ഏത് സ്ട്രീമിൽ പഠിച്ചവരൊക്കെയാണെങ്കിലും പറ്റും. അതല്ല പറഞ്ഞാൽ SLC കഴിഞ്ഞിട്ട് 3 ഇയർ ഡിപ്ലോമ കഴിഞ്ഞവർക്കാണെങ്കിലും പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അതിലിപ്പോൾ ഒന്നാമത്തുള്ള BDES കോഴ്സ് ഫുട്വെയർ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ, 4 വർഷത്തെ 8 സെമസ്റ്ററിൻ്റെ ഒരു കോഴ്സ് ആണെന്നുണ്ട്. രണ്ടാമത്തെ കോഴ്സാണ് BDES ഫാഷൻ ഡിസൈൻ, അതും അത് തന്നെയാണ് 8 സെമസ്റ്ററായിട്ട് 4 വർഷത്തെ കോഴ്സ്. മൂന്നാമത്തത് പറഞ്ഞാൽ BDES ലെതർ ലൈഫ് സ്റ്റൈൽസ് ആൻഡ് പ്രൊഡക്ഷൻ, അതുമായിട്ടാണ് ഈ 3 BDESന്റെ കോഴ്സുകളാണ് അവിടെ നടക്കുന്നതാണ്. ഏതാണ്ട് ഫീസ് കുറച്ച് പേർക്ക് അവിടെ മറ്റേ സ്കോളർഷിപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലാത്തവരാണെങ്കിൽ ഒരു 75,000 മുതൽ 1,00,000 രൂപ വരെ ഉള്ളതാണ്. നിങ്ങൾ അതുകൊണ്ട് പേടിക്കേണ്ടതില്ല. വെറുതെ എന്തെങ്കിലും പഠിക്കുന്ന പോലെയല്ല. അവിടെ സെൽഫ് ഇന്റർനാഷണൽ കോളേജിൽ ഏതെങ്കിലും കോളേജിൽ പഠിച്ചു കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള ഫീസൊക്കെ ആവുന്നതാണ്. പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് കഴിഞ്ഞ ഉടനെ അവിടെ അവരുടെ ഗംഭീരമായിട്ടുള്ള പ്ലേസ്മെന്റ് സെന്ററിലൂടെ നിങ്ങൾക്ക് ജോലി കിട്ടുന്നതാണ്. അത് നമുക്ക് മനസ്സിലാകാം. കാരണം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫുട്വെയർ അല്ലെങ്കിൽ ചെരുപ്പ് എന്ന് പറയുന്നത് ചെരുപ്പ് കുത്തികൾ മാത്രം ഉണ്ടാക്കുന്ന സാധനങ്ങളായിരുന്നു. പിന്നീട് മാറിയിട്ട് കുറച്ച് ഡെവലപ്മെൻറ്റ്. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എന്നുള്ളത് സാൻഡക്കാണ് ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാഷനായിട്ടുള്ള ചെരുപ്പ്. ഇന്ന് നിങ്ങൾ നോക്കിയാൽ മതി അല്ലേ ചെരുപ്പിൻ്റെ അവസ്ഥ എന്നുള്ളത്. ഒരു വലിയ മാർക്കറ്റിംഗ് ആണ്. ചെരുപ്പ് മാത്രമല്ല, ലെതർ ഡിസൈൻ ഉണ്ട്, അതുപോലെ തന്നെ ഫാഷൻ ഡിസൈൻസ് ഉണ്ട്, അതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസൈൻ ഉണ്ട്. ഇത്രയും ഭാഗങ്ങൾ ഇത് മുഴുവൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജനസമൂഹത്തിന് നിർബന്ധമായിട്ട് വേണ്ടതും എല്ലാവരും ഓരോ ദിവസം അപ്ഡേഷന് ആഗ്രഹിക്കുന്ന 3 BDES കോഴ്സുകൾ. പിന്നെ അത് കൂടാതെ BBA കോഴ്സ് ഉണ്ട്. BBA കോഴ്സ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ റീറ്റെയിൽ ആൻഡ് ഫാഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള 4 ഇയറിൻ്റെ 8 സെമസ്റ്ററിൻ്റെ BBA കോഴ്സാണെന്നുള്ളതാണ്. അതിൻ്റെ ഫീസ് ഘടന ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ കേരളത്തിലില്ല എന്നുള്ള ഒരു നെഗറ്റീവ് പോയിന്റ് മാത്രമേ അതുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ബമ്പൻ ഫാക്ടറികളിൽ, ബമ്പൻ ഫേമുകളിൽ ഉന്നത സ്ഥാനങ്ങളാണെന്ന് മനസ്സിലാക്കുക. അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഒരുപാട് സമയമില്ലാത്തതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൊടുക്കണം. കൊച്ചിയിലാണ് അതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റർ ഉള്ളത്. ആൾ ഇന്ത്യ സെലക്ഷൻ ടെസ്റ്റ് 2024 എന്നുള്ള ഒരു പേരിലുള്ള പേപ്പർ ബേസ്ഡുള്ള ഒരു ടെസ്റ്റാണ്. 200 മാർക്കുള്ള 150 ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുന്ന ഒരു എക്സാമിനേഷനാണ് നടക്കുന്നത്. സംഗതി പാസ്സായി കഴിയും. നിങ്ങൾക്ക് ഈ ക്രിയേറ്റിവിറ്റി ഉണ്ട്, അല്ലെങ്കിൽ സർഗാത്മകതയുണ്ട്, അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും ചേരേണ്ട കോഴ്സ് ഇത് തന്നെയാണെന്നാണ്, യാതൊരു സംശയമില്ലെന്നാണ്. വേണമെങ്കിൽ ഇത് ഈ പൊസിഷൻ നിലയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് MDESന്റെ കോഴ്സിലേക്ക് പോകാൻ പറ്റുന്നതാണ്. ഒരുപാട് സമയമൊന്നുമില്ല. ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബ്രോഷറിൻ്റെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ +2 കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ SLC കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന വിവിധ കോഴ്സുകളെ കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ട്. അതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള അതും കൂടി നോക്കുക. നമുക്കത് ഉണ്ട് എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അപേക്ഷിക്കേണ്ട ഒരു കോഴ്സാണെന്നുള്ളതാണ്. ഫാഷൻ ഡിസൈനുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കേസുകളുണ്ട്. ഒരുപാട് പേർക്ക് താല്പര്യമുള്ള ഒരു കോഴ്സ് കൂടി ഇന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വേണ്ടപ്പെട്ടവർക്ക് ഒന്ന് ഫോർവേഡ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത ഒരു വിഷയവുമായിട്ട് പുതിയൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.